ദശകം 14 അവസാനത്തെ ശ്ലോകമാണ് ഇന്ന് അർത്ഥം പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ആ കപിലൻ ആ കർദമൻ്റെയും ദേവഹൂതിയുടെയും മകനായി അവതരിച്ചു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ് ആ പരമാർത്ഥ തത്വവിദ്യകളെല്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി അവതരിച്ചു എന്ന് പറഞ്ഞ് നിർത്തി. ഈ ശ്ലോകം ഞാൻ വായിച്ച് അർത്ഥം പറയാം. വനമേയുഷി കർദമേ പ്രസന്നി മത സർവസമുപാദിശഞ്ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇതിൽ വനമേയുഷി കർദമേ പ്രസന്നേ കർദമേ വനമേയുഷി എന്ന് വെച്ചാൽ പ്രസന്നനായ ആ കർദമൻ മതതത്വങ്ങൾ സർവസ്വമുപാദിശൻ ആ മതതത്വങ്ങൾ സർവസ്വം എല്ലാം ഉപാദിശൻ ഉപദേശിക്കുന്ന ആ കപിലാത്മക ആ കപില ഭഗവാനായി വന്ന് അവതരിച്ചു. വായുമന്ദിരേശ ഗുരുവായൂരപ്പ ത്വരിതം ത്വം വായുമന്ദിരേശ ഗുരുവായൂരപ്പ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. ത്വരിതം വേഗം ത്വം നിന്തിരുവടി പരിപാഹി മാം ഗദൗഘാത് എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ അസുഖങ്ങളെയും മാറ്റിത്തരയണമേ. ഇങ്ങനെയൊക്കെയുള്ള ഭഗവാനെ അങ്ങ് എൻ്റെ എല്ലാ അസുഖങ്ങളെയും മാറ്റിത്തരയണമേ എന്നാണ് ഗദൗഘാൻ എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നത്. ഹേ കപിലാത്മക വായുമന്ദിരേശ കപിലനായി വന്ന് അവതരിച്ച ഭഗവാനെ ഗുരുവായൂരപ്പ പ്രസന്നേ കർദമേ വനമേയുഷി താൻ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ എല്ലാം നിറവേറ്റിയ ആ കർദമൻ. അമ്മയ്ക്ക് ഭഗവാനെ മകനായി കിട്ടി. കർദമ പ്രജാപതി കാട്ടിലേക്ക് പോയി. അമ്മയ്ക്ക് ഭഗവാനെ തന്നെ മകനായി കിട്ടിയ ആ മനസമാധാനത്തോടു കൂടി ആ കർദമ മഹർഷി കാട്ടിലേക്ക് പോയി. കർദമൻ പോയപ്പോൾ തത്വോപദേശം കൊടുക്കാൻ തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ജനന്യൈ ആ അമ്മയ്ക്കായി ഉപദേശിക്കുന്ന ത്വം നിന്തിരുവടി മാം ത്വരിതം വേഗം മാം എൻ്റെ വേഗം ഗദൗഘാത് രോഗങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എൻ്റെ രോഗങ്ങളെ എനിക്ക് മാറ്റിത്തരയണമേ. എല്ലാ അസുഖവും മാറ്റി തരയണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയണത്. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. വനമേയുഷി കർദമേ പ്രസന്നി മത സർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.